ചികിത്സയ്ക്കായി എത്തുന്ന പല രോഗികളെയും മടക്കി അയക്കുന്നുവെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. റഫറൻസ് ആശുപത്രിയായി മാറുന്ന താലൂക്ക് ആശുപത്രിയിൽ ജനങ്ങളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാകുകയാണ്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. ഈ തുറവൂർ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ജോയ് സാറ് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട അവസ്ഥയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ കയറി പരിശോധിച്ചതാണ്. 3 ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. നൈറ്റ് OPയിൽ ഇരിക്കാൻ വേണ്ടി ഒരൊറ്റ ഡോക്ടർമാർ പോലും തയ്യാറല്ല. ഏതോ ഒരു കാരണത്താൽ 2 ഡോക്ടർമാർ സ്ഥിരമായിട്ട് ലീവ് എടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ തിരക്കിയപ്പോൾ അന്വേഷിക്കാൻ സാധിച്ചത്. ഒരു പ്രായമുള്ള സ്ത്രീയായിട്ട് ഒരു അപ്പച്ചൻ വന്നിട്ട് ആ സ്ട്രക്ചർ ഒന്ന് തള്ളി മാറ്റാൻ പോലും ഇവിടെ ഒരാളില്ല. ആ പാവപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ തള്ളിക്കൊണ്ട് പോയിട്ട് വേറൊരു സൈഡിലോട്ട് മുട്ടിയിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾ ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. തുടർച്ചയായിട്ട് 2-3 സമരങ്ങൾ നടത്തുകയും നിവേദനം നൽകുകയും ചെയ്തു. മേളിലേക്ക് അത് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടി. നമ്മൾ സമരം ചെയ്യുന്ന 2 ദിവസത്തേക്ക് പിന്നെ ഡോക്ടർമാരുണ്ടാവും. പിന്നെ അവസ്ഥ തന്നെയായിരിക്കും. ഇവിടെ ഇപ്പോൾ ഈ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഭൂരിഭാഗം ഒരു ദിവസം ഒരു 3-4 അപകടങ്ങൾ എന്തായാലും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹൈവേയുടെ സൈഡിലുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് ഒരു 90% ആൾക്കാരും കൊണ്ടുവന്ന് തുറവൂർ ഹോസ്പിറ്റലാണ്. ഇവിടെ ലാബിൽ ആളോ ഒരുപാടുണ്ട്. പക്ഷേ ഇതിൽ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം നമ്മൾ പുറത്തൊക്കെ തരുവാണ് അവർ. അതുപോലെ എക്സ്റേ കണ്ടമാനം സ്റ്റാഫുകളുണ്ട്. എന്നിരുന്നാൽ തന്നെ അവർ നമുക്ക് ഇവിടെ എടുക്കാണ്ട് പുറത്ത് റെഫർ ചെയ്യുന്നത്. ഇത് റെഫർ ഹോസ്പിറ്റലായിട്ട് മാറിയേക്കുന്നതാണ്. ഞാൻ കാല് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസം വന്നതെന്ന് പറഞ്ഞാണ്. രാവിലെ ചെയ്തിട്ട് ശരിയായില്ല. രണ്ട് വൈകുന്നേരം വന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ക്യൂ നിന്ന് OP ടിക്കറ്റ് എടുക്കാമല്ലോ. അവിടെ നിന്നും ക്യൂ നിന്ന് ഡോക്ടറിൻ്റെ അടുത്തും ക്യൂ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ എഴുതി തന്ന് ഡ്രസ്സ് ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് നേഴ്സ് പറഞ്ഞ് പറ്റൂല, നാളെ വാന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞ് പൊക്കോ, നാളെ രാവിലെ വന്നായിരുന്നു. പിന്നെയും ക്യൂ നിന്ന് നമ്മൾ പിന്നെ ചെല്ലാം. ഞാൻ പിന്നെ വന്നില്ല. പിന്നെ ഇപ്പം സ്റ്റിച്ച് അയക്കാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞ് സ്റ്റിച്ചിന് 2 ദിവസം കഴിയട്ടെ എന്നിട്ട് അയക്കാമെന്ന് പറഞ്ഞു. കുറേ ദിവസം ഇതും വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം. വാർത്തയുടെ വിവരങ്ങൾ അജയ് നാഥ് നൽകും. അജയ്, വലിയൊരു വിഭാഗത്തിന്റെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ആതുരാലയമാണ് ഇത്തരത്തിൽ ഈ കെടുകാര്യസ്ഥത മൂലം നശിക്കുന്നത്. എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? മതിയായ ഡോക്ടർമാരില്ല എന്ന് പറയുമ്പോൾ പോലും ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ അകാരണമായി അവധിയെടുക്കുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും രാത്രി കാലങ്ങളിൽ OPയിൽ ഡോക്ടർമാരെ കിട്ടാത്ത സാഹചര്യമുണ്ട്. അതിനവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ താലൂക്ക് ആശുപത്രി എന്ന നിലയിൽ ഒരു പരിഗണന ഈ ആശുപത്രിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് സൂപ്രണ്ടിൻ്റെ നിയമന ഉത്തരവിൽ പോലും താലൂക്ക് ആശുപത്രി എന്നൊരു പ്രയോഗം പോലും ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലേക്ക് താലൂക്ക് ആശുപത്രിയുടേതായിട്ടുള്ള ഒരു പരിഗണനയും ഈ തുറവൂർ താലൂക്ക് ആശുപത്രിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആരോഗ്യവകുപ്പിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഭൗതിക സാഹചര്യം ഉൾപ്പെടെ ഇവിടെ വർദ്ധിക്കേണ്ട സാഹചര്യമുണ്ട്. അത് ഉൾപ്പെടെ കൂടുതൽ ജീവനക്കാരുൾപ്പെടെ നിയമിക്കേണ്ട സാഹചര്യമുണ്ട്, ഡോക്ടർമാരെ നിയമിക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു താലൂക്ക് ആശുപത്രി എന്ന നിലയിൽ ഈ ആശുപത്രിയെ ആരോഗ്യവകുപ്പ് നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയിൽ ഈ വാർത്ത ഉൾപ്പെടെ എത്തും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായൊരു ഇടപെടൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുമാണ് നാം പ്രതീക്ഷിക്കുന്നത്.